ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എങ്ങനെ പോകണം? നമ്മൾ കാർഗിലേക്ക് പോവാണ്. ലേന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് കാർഗിലേക്ക് പോവാണ്. നമ്മൾ കാർഗിലേക്ക് 200 കിലോമീറ്റർ 210 കിലോമീറ്റർ 205 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഏതാ 2 ചുരം നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട്, 2 പാസുകൾ. വെറും 12,000 ഹൈറ്റ് ഉള്ളൂ. അതേതായിരുന്നു എന്ന് ഓർമ്മയില്ല. 2 പോകണം. അത് കഴിഞ്ഞ് വെച്ചാൽ ഞങ്ങൾ നേരെ കാർഗിലേക്ക്. നാളെയാണ് കാർഗിൽ വാർ മ്യൂസിയമൊക്കെ കാണുന്നത്. ഇന്ന് നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. ഹലോ, നമസ്കാരം. ലേയിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാർഗിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഞങ്ങൾ 100 പേര് പ്ലസ് ആൾക്കാരുടെ ഗ്രൂപ്പായിട്ടാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഹൻലേയിലേക്കായാലും ഉംലിംഗ് ലേക്കിലേക്കായാലും പാങ്കോങ്സോ അല്ലെങ്കിൽ നുബ്ര എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ തിരിച്ച് ലേയിലെത്തി. ലേയിൽ നിന്ന് ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് കാർഗിൽ, ശ്രീനഗർ, ജമ്മു വഴി ചണ്ഡീഗഡിലേക്കും, അവരുടെ ഗ്രൂപ്പ് ഞങ്ങൾ വന്ന പോലെ മനാലി വഴി ചണ്ഡീഗഡിലേക്കുമാണ് പോണത്. കുറച്ചധികം ദൂരം റൈഡ് ചെയ്യാനുള്ളത് കൊണ്ടും റോഡ് മഹാമോശമായതുകൊണ്ടും അവരുടെ ഗ്രൂപ്പ് ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരുപാട് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ല. 8 മണിയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 2 തവണയായിട്ട് 3 ദിവസത്തോളം താമസിച്ച് ലേയോട് വീട് പറഞ്ഞിട്ട് ഞങ്ങൾ കാർഗിലിലേക്ക് റൈഡ് ചെയ്യാൻ പോവുകയാണ്. ലേയിൽ നിന്ന് കാർഗിലിലേക്കുള്ളത് നല്ല റോഡ് തന്നെയായിരുന്നു. എല്ലാം നല്ല ഹൈവേ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ തന്നെയായിരുന്നു മിക്ക സ്ഥലങ്ങളിലും. ഞങ്ങൾ ലേ വരെ എത്തിയ പോലെ മഹാമോശം റോഡുകളോ അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് കാരണം പോയ അധികം റോഡുകളോ ഒന്നും ഞങ്ങൾക്ക് കാർഗിൽ വരെ എത്തുന്നവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കാർഗിൽ നിന്ന് ശ്രീനഗറിലേക്കും, ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും, ജമ്മുവിൽ നിന്ന് നേരെ ചണ്ഡീഗഡിലേക്കുമാണ് ഞങ്ങളുടെ യാത്ര. ചുരുക്കം സ്ഥലങ്ങളിൽ അല്ലാതെ ഈ ഒരു സ്ട്രെച്ചിൽ റോഡ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലേയോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ കാർഗിൽ ശ്രീനഗർ ഹൈവേയിലേക്ക് കയറി. ലഡാക്ക് റീജിയനിലെ 2ാമത്തെ ഡിസ്ട്രിക്റ്റാണ് കാർഗിൽ. ലേ, കാർഗിൽ, അങ്ങനെ 2 ഡിസ്ട്രിക്റ്റാണ് ലഡാക്ക് റീജിയനിൽ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ലഡാക്ക് റീജിയനിലെ 2ാമത്തെ ഡിസ്ട്രിക്റ്റായിട്ടുള്ള കാർഗിലിലേക്കാണ് യാത്ര ചെയ്യണത്. ലേ ഡിസ്ട്രിക്റ്റ് പൊതുവേ പോപ്പുലേഷൻ വളരെ കുറവുള്ള ഏരിയയാണ്. കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഏരിയയാണ് ലേ ഡിസ്ട്രിക്റ്റ്. പക്ഷേ കാർഗിൽ ഡിസ്ട്രിക്റ്റ് അങ്ങനെയല്ല. വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ജനവാസം വളരെയധികം ഉള്ള ഒരു ഏരിയയാണ് കാർഗിൽ. ലേ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. മിലിറ്ററിയുടെ കണ്ടറിലാണ് ലേ എയർപോർട്ട് ഉള്ളത്. ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി കാർഗിലെത്തുന്നവരെ റോഡിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ മിലിറ്ററിയുടെ ക്യാമ്പുകൾ കാണാം. ഏറ്റവും അധികം കാണുന്ന വണ്ടികൾ ബൈക്കുകൾ അല്ലെങ്കിൽ മിലിറ്ററിയുടെ വാഹനങ്ങൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. ഇനി ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ.
പോകുന്ന വഴിക്ക് ഒരുപാട് വില്ലേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നാട്ടിൻപുറത്തെ ജീവിത രീതിയും അവിടെ നിന്നുള്ള കാഴ്ചകളും ഒക്കെ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് നിമ്മു ടൗൺ എന്നാണ് പറയുന്നത്. ഇതൊക്കെ മിലിറ്ററിയുടെ ക്യാമ്പുകളാണ്. ഇതുപോലത്തെ ക്യാമ്പുകളാണ് റോഡിന്റെ 2 സൈഡിലും ഓരോ കിലോമീറ്റർ വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ വിട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ക്യാമ്പുകൾ കാണാൻ പറ്റും. ഏകദേശം കാർഗിൽ എത്തുന്നവരെ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാർഗിലിൽ എത്തുന്നവരെ ഏകദേശം ഞങ്ങൾക്ക് നല്ല റോഡുകൾ തന്നെയല്ല എല്ലാ സ്ഥലങ്ങളിലും കിട്ടിയത്. കുറച്ച് സ്ഥലത്ത് മാത്രം ഒരു ലാൻഡ് സ്ലൈഡ് കാരണം കുറച്ചൊരു ദൂരം, ഒരു 5-8 കിലോമീറ്റർ മാത്രം റോഡിന്റെ കുറച്ച് പ്രശ്നങ്ങളുള്ള റോഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല റോഡുകൾ തന്നെയായിരുന്നു. ഈ ഒരു മല കണ്ടു കഴിഞ്ഞാൽ പുറ്റാണെന്നല്ലേ തോന്നുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹിമാലയത്തിലെ ഓരോ മലകളും ഓരോ പോലെയാണ്. ഒരു മലയും വേറൊരു മലയായിട്ട് ഒരു സാദൃശ്യമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഓരോ 100 മീറ്ററിലും നമുക്ക് വേറെ വേറെ ടൈപ്പ് മലകളാണ് കാണാം. ഒന്ന് പുറ്റ് പോലെയാണെങ്കിൽ, ഒന്ന് കരിങ്കൽ കൂന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉരുളൻ കല്ലുകൾ അടുക്കി വെച്ച പോലെ. അങ്ങനെ പല പല മലകളാണ് ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുക. സസ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാടി കളിപ്പിക്കാം. ഒരു ചായയൊക്കെ കുടിച്ച് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
ഇവിടെ മുതൽക്ക് ഒരു 5-8 കിലോമീറ്റർ റോഡില്ലായിരുന്നു. ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് പോയതിലാണ്. റോഡില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആയിട്ടില്ല, അത്ര തന്നെ കേട്ടോ. റോഡിൽ കിടക്കുന്ന മണ്ണ് 2 സൈഡിലേക്കും മാറ്റിയിട്ടിട്ടേ ഉള്ളൂ. അവർ റോഡൊന്നും നേരെയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ദൂരെ വരെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ക്യൂ പോലെയാണ് പോയിണ്ടായിരുന്നത്. റോഡിൽ മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു പാസ്സാണ്, പക്ഷെ ഞങ്ങൾ നിർത്തി ഫോട്ടോ എടുത്തൊന്നുമില്ല. വെറും 11,500 അടി ഹൈറ്റിൽ പറ്റേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഈ 11,000 ഒന്നും ഒരു വിഷയമല്ലായത് കാരണം അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തില്ല. കുറച്ചും കൂടിയും ഹൈറ്റിലുള്ള വേറൊരു പാസ് വരുന്നുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അതിനിടയിൽ ഞങ്ങൾ മിലിറ്ററി വണ്ടികളുടെ ഒരു കോൺവോയുടെ ഉള്ളിൽ പെട്ടു, ഒരു ജാഥ അതിൻ്റെ ഉള്ളിൽ പെട്ടു. ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടികളാണ്. 10-70 വണ്ടികളൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്, പിന്നെ എത്രണ്ണാന്ന് അറിയില്ല. മെയിൻ റോഡ് തടഞ്ഞു നിർത്തി ഇവരെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ ഒരു സ്ഥലത്ത് കുറച്ച് നേരം വണ്ടിയൊന്ന് നിർത്തിയതാണ്. ആ സമയത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്ത ഈ വണ്ടികളൊക്കെ ഞങ്ങളെ വീണ്ടും ഓവർടേക്ക് ചെയ്ത് പോയി. അപ്പോൾ രമേശേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈശ്വര ഇനി ഇതിനെ വീണ്ടും ഞങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. ലേയിൽ നിന്ന് കാർഗിലേക്കുള്ള റോഡിലെ വേറൊരു പാസ്സാണ് ഫ്യൂച്ചില ടോപ്പ്. 13,500 അടി ഹൈറ്റിലാണ് ഫ്യൂച്ചില ടോപ്പ്. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രമേശേട്ടൻ ഇറങ്ങാൻ സമ്മതിച്ചില്ല, ബൈക്കിൽ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി എന്നും പറഞ്ഞ് ഞാൻ മാത്രം ഫോട്ടോ എടുത്തിട്ട് പോരുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങളുടെ കോറൈഡേഴ്സാണ്. 13,500 അടിയൊന്നും ഒരു ഹൈറ്റ് അല്ല എന്നുള്ള ഭാവമാണ് ഇപ്പോൾ എല്ലാവർക്കും. കാർഗിലിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ബാക്കി ഭാഗമായിട്ട് ഞാൻ പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.